നമ്മളെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് GUI ബേസ്ഡ് ഓർ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബേസ്ഡ് സെൻറ്റിമെൻ്റൽ ഇൻറ്റൻസിറ്റി അനലൈസറാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂസറിൻ്റെ ടെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ അകത്ത് അതൊരു പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണോ, നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള സെൻറ്റൻസ് ആണോ, എന്താണ് ആ സെൻറ്റൻസിൻ്റെ സെൻറ്റിമെൻറ്റ് ഇൻറ്റൻസിറ്റിന്ന് അനലൈസ് ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യലാണ് നമ്മളെ പ്രൊജക്റ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇതിനായിട്ട് നമ്മളെ കോഡിൻ്റെ ഫസ്റ്റ് സെക്ഷൻ്റെ അകത്ത് നമ്മൾ കുറേ ലൈബ്രറീസിന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ടിൻഡർ ആസ് TK. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ടിൻഡർ എന്ന് പറഞ്ഞ ലൈബ്രറിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ദെൻ ഫ്രം ടിൻഡർ ഇമ്പോർട്ട് TTK text. This imports TTK and text class from Tinder. TTK provides improved and modern looking wedges. Text class provides wedge for multiple line text input. Then from Vader sentiment import sentiment intensity analyzer. This imports sentiment intensity analyzer class from Vader sentiment library, which is used to analyze the sentiment. നെക്സ്റ്റ് സെക്ഷൻ സെൻറ്റിമെൻറ്റ് അനാലിസിസ് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ അനലൈസ് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മുടെ സ്ട്രിങ് ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കോപ്പി ചെയ്തിടുന്നു. അപ്പോൾ അതിന് പാരാമീറ്റേഴ്സായിട്ട് 1.0യും ഡോട്ട് എൻഡും പറയുന്നുണ്ട്. അതായത് ബിഗിനിങ് തൊട്ട് എൻഡ് വരെ എല്ലാ ക്യാരക്ടേഴ്സും കോപ്പി ചെയ്യണം. പിന്നെ നമ്മൾ സ്ട്രിപ്പ് യൂസ് ചെയ്ത് ബിഗിനിങ്ങിലും എൻഡിങ്ങിലും എക്സ്ട്രാ സ്പേസ് ഉണ്ടെങ്കിൽ സ്ട്രിപ്പ് ചെയ്ത് കളയുന്നുണ്ട്. ഈ ടെക്സ്റ്റ് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു ഇഫ് വെച്ച് ചെക്ക് ചെയ്യാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ empty ആണോ അല്ലയോ. empty ആണെങ്കിൽ നമ്മളൊരു വാർണിംഗ് സിഗ്നൽ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു, ഇഫ് വെച്ച് ചെക്ക് ചെയ്തു. അതിനുശേഷം ഈ നമ്മുടെ റിസൾട്ട് കാണിക്കുന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ സ്റ്റേറ്റ് നോർമലാക്കി വെക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഓൾറെഡി എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ വാർണിംഗ് സെൻറ്റൻസ് ആയിട്ട് എൻ്റർ ടെക്സ്റ്റ് ഫോർ അനാലിസിസ് എന്ന് ഒരു വാർണിംഗ് കാണിക്കുന്നു. അതവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റിസൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ് ഡിസേബിൾ ആക്കി വെക്കുന്നു. ഇനി ടെക്സ്റ്റൊക്കെ ഓക്കെ ആണ്. ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്തൊരു സ്ട്രിങ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മളതിനെ ആക്ച്വൽ അനാലിസിസ് ഫംഗ്ഷനിലേക്ക് ഇടുന്നു. അപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സെൻറ്റിമെൻറ്റ് ഇൻറ്റൻസിറ്റി അനലൈസർ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ മൊഡ്യൂളിന് അനലൈസർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഒരു ഒബ്ജക്റ്റിലോട്ട് ഒരു ഇൻസ്റ്റൻസ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നു. എന്നിട്ട് നമ്മളവിടെ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പൊളാരിറ്റി സ്കോർ. അത് ഈ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ലൈബ്രറിയിലെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മുടെ അനലൈസർ എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ പൊളാരിറ്റി സ്കോറ് എത്രയാണെന്ന് സെൻറ്റിമെൻ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ പൊളാരിറ്റി സ്കോർ എന്ന് പറയുന്നത് ഒരു പ്രീബിൽഡ് ആയിട്ടുള്ള ഒരു സ്കോറിംഗ് സിസ്റ്റമാണ്. അതിനകത്ത് ഓൾറെഡി കുറേ സ്ട്രിങ്സും സെൻറ്റൻസും ഒക്കെ ഉണ്ടാകും. ആ ഓരോ സ്ട്രിങ്ങിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ സെൻറ്റിമെൻ്റ് എന്നാണോ അതിനൊരു സ്കോറ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പോസിറ്റീവാണോ നെഗറ്റീവാണോ ന്യൂട്രലാണോ എന്ന് പൊളാരിറ്റി സ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലൈസ് ചെയ്യും. അപ്പം അതിൻ്റെ വാല്യൂ അത് റിട്ടേൺ ചെയ്യുന്നൊരു 0 തൊട്ട് 1 വരെയുള്ള ഒരു വാല്യൂ ആയിരിക്കും. അത് നമ്മൾ സെൻറ്റിമെൻ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ സ്റ്റോർ ചെയ്ത് വെച്ച സെൻറ്റിമെൻ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്തെ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ പൊളാരിറ്റി സ്കോർ സ്റ്റോർ ചെയ്ത സെൻറ്റിമെൻറ്റിൻ്റെ അതിന് ന്യൂട്രലാണോ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതും അത് ടെക്സ്റ്റ് ബോക്സിൽ ഔട്ട്പുട്ടായി കാണിക്കുന്നതാണ്. അപ്പം സെൻറ്റിമെൻ്റ് എന്നുള്ള വേരിയബിളിനകത്താണ് നമ്മൾ പൊളാരിറ്റി സ്കോറുള്ളത്. അതിൻ്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കോമ്പൗണ്ട് സ്കോർ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ കോമ്പൗണ്ട് സ്കോർ 0.05 മുകളിലോട്ടാണെങ്കിൽ നമ്മളതിനെ നമ്മുടെ സെൻറ്റൻസിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി -0.05 താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു.
ഇനി ഇത് രണ്ടുമല്ല, അതായത് -0.05ഉം 0.05നും ഇടയിലാണെങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസിനെ ന്യൂട്രലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ ഏത് സെൻറ്റിമെൻ്റ് ആണെന്നുള്ളത് നമ്മൾ സെൻറ്റിമെൻറ്റ് ലേബലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിലിപ്പം ഓൾറെഡി സെൻറ്റൻസിൻ്റെ കറക്റ്റ് സെൻറ്റിമെൻ്റ് ഏതാണെന്ന് കിട്ടി. നമ്മളതിപ്പം സെൻറ്റിമെൻ്റ് ലേബലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഔട്ട്പുട്ട് കാണിക്കണം. അപ്പം റിസൾട്ട് ടെക്സ്റ്റിനകത്താണ് നമ്മൾ ഔട്ട്പുട്ട് കാണിക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റ് നോർമലാക്കി വെക്കുന്നു. എന്നിട്ട് ഓൾറെഡി എന്തെങ്കിലും ഒരു സെൻറ്റൻസോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ പോസിറ്റീവിൻ്റെ വാല്യൂയും, അതായത് സെൻറ്റിമെൻ്റ് എന്ന് ഉള്ള വേരിയബിളിനകത്ത് പോസിറ്റീവിൻ്റെ വാല്യൂയും നെഗറ്റീവിൻ്റെ വാല്യൂയും ന്യൂട്രലിൻ്റെ വാല്യൂയും നമ്മളവിടെ ഔട്ട്പുട്ടായി കാണിക്കുന്നുണ്ട്. അപ്പം ആ 3 വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മൊത്തത്തിലേക്ക് കണ്ട കോമ്പൗണ്ട് സ്കോറും കൂടെ കാണിക്കും. അപ്പോൾ ഈ 4 വാല്യൂ അവിടെ ഇൻസേർട്ട് ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് പോസിറ്റീവാണോ നെഗറ്റീവാണോ ന്യൂട്രലാണോ എന്ന് ക്ലാസിഫൈ ചെയ്തത് ആ സെൻറ്റൻസ് നമ്മളവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയും ഔട്ട്പുട്ട് കാണിച്ചതിന് ശേഷം നമ്മൾ ഈ റിസൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ് ഡിസേബിൾ ചെയ്ത് വെക്കുന്നു. ഈ സെക്ഷൻ എക്സിക്യൂട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്ത സെൻറ്റൻസിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻറ്റിമെൻ്റ് എന്താണോ അതവിടെ റിസൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് ഔട്ട്പുട്ടായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് GUI ഡിസൈൻ ആൻഡ് ലേഔട്ട് ആണ്. ഈ സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് GUI ഫോർ സെൻറ്റിമെൻ്റൽ അനലൈസർ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നു യൂസിങ് ടിങ്കർ എന്നാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു മെയിൻ വിൻഡോ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ tk.tk എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇനീഷ്യലൈസ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ വിൻഡോ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ root.title എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ വിൻഡോയുടെ ടൈറ്റിൽ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ സെൻറ്റിമെൻ്റൽ അനലൈസർ എന്നാണ് വിൻഡോയുടെ ടൈറ്റിൽ സെറ്റ് ചെയ്തേക്കുന്നത്. root.geometry എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ സൈസ് ഓഫ് ദ വിൻഡോ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ 500x400 ആണ്. അപ്പോൾ അതായത് 500 പിക്സൽ വൈഡും 400 പിക്സൽ ടോളും എന്നാണ്. പിന്നെ root.resizable എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ വിൻഡോയെ റീസൈസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഫോൾസ് കൊടുക്കുന്നു, വിൻഡോ റീസൈസ് ആവുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. root.configure എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ #000 കൊടുത്തുകൊണ്ട് നമുക്ക് ബ്ലാക്കിലാണ് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആഡിങ് എ ഫ്രെയിം ഫോർ ലേഔട്ട് ആണ്. അവിടെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ttk.frame എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. മെയിൻ വിൻഡോയുടെ ഉള്ളിൽ UI എലമെൻറ്റ്സ് ഓർഗനൈസ് ചെയ്ത് തരാൻ വേണ്ടി. മെയിൻ ഫ്രെയിം =ttk.frame എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പാഡിങ് =15 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ സ്റ്റൈൽ =tframe എന്ന് പറഞ്ഞ് സ്പെസിഫിക് സ്റ്റൈലും കൊടുക്കുന്നു. മെയിൻ ഫ്രെയിം .pack എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫ്രെയിം ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് എൻ്റയർ വിൻഡോയിൽ. പിന്നെ അത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതായത് ഫ്രെയിം ഫില്ല് ചെയ്യാൻ വേണ്ടി fill =tk.both. പിന്നെ അത് കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ expand =true എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്നു. So next section is text entry label. So enter text എന്ന് പറഞ്ഞ ലേബൽ ക്രിയേറ്റ് ചെയ്യണം. സോ അതിനു വേണ്ടി ടെക്സ്റ്റ് ലേബൽ =ttk.label എന്ന് പറഞ്ഞ ലേബൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എൻ്റർ ടെക്സ്റ്റ് എന്നുള്ള ലേബൽ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് പാക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ അലൈൻ ചെയ്തു. tk.w എന്ന് വെച്ചാൽ w മീൻസ് വെസ്റ്റ്, സോ ലെഫ്റ്റ് ഓർ വെസ്റ്റിലേക്ക് അലൈൻ ചെയ്തു. ആൻഡ് പാഡ് y=5 മീൻസ് ഇറ്റ് ആഡ്സ് 5 പിക്സൽ ഓഫ് vertical പാഡ്. ആൻഡ് ദെൻ വി ഹാവ് ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് എൻട്രി ഫീൽഡ്. സോ യൂസറിന് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ ടെക്സ്റ്റ് എൻട്രി ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ദെൻ റാപ്പ് word, അതായത് നമ്മൾ ensures the word wrap properly instead of breaking a word. And width is set to 55, height is set to 7, and then the font of the text is set to Helvetica with a font size of 12. Then background color നമ്മൾ ബ്ലാക്ക് ആണ് സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ടൊരു കറസ്പോണ്ടിങ് കളറാണ് #121212. ആൻഡ് ദെൻ ഫോർഗ്രൗണ്ട് കളർ ഇസ് വൈറ്റ്. ദെൻ നമ്മുടെ കേഴ്സറിന്റെ കളർ വൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻസേർട്ട് ബാക്ക്ഗ്രൗണ്ട് =white.
and then BD equal to 0 stands for no border around the text box, and using the pack function നമ്മൾ ടെക്സ്റ്റ് ബോക്സിനെ അലൈൻ ചെയ്തു. fill equal to tk dot bot, it means expand the text box horizontally and vertically, അതായത് നമ്മുടെ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ടെക്സ്റ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ പാഡിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ സ്പേസിങ് കൊടുത്തു. ദെൻ നമുക്ക് 3 ബട്ടൺ ഉണ്ട്, അനലൈസ്, ക്ലിയർ, എക്സിറ്റ്. സോ അതിനുവേണ്ടി നമ്മളൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ബട്ടൺ ഫ്രെയിം ഈക്വൽ TTK dot frame എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഒരു സെപ്പറേറ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു ഫോർ ഹോൾഡിംഗ് ദ ബട്ടൺസ്, ആൻഡ് the defined style t-frame is used, and pack function ഉപയോഗിച്ച് നമ്മൾ അലൈൻ ചെയ്തു. then first button is analyze button, so analyze button equal to TTK dot button. button എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ടെക്സ്റ്റ് ഈക്വൽ ടു അനലൈസ് മീൻസ് ആ ബട്ടന്റെ നെയിമാണ് അനലൈസ്, ആൻഡ് കമാൻഡ് ഈക്വൽ ടു അനലൈസ് അണ്ടർസ്കോർ സെന്റിമെന്റ്, അതായത് ബട്ടൺ അനലൈസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അനലൈസ് അണ്ടർസ്കോർ സെന്റിമെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കായിരിക്കും കോൾ പോവുക. ആൻഡ് ദെൻ യൂസിങ് ഗ്രിഡ് ഫംഗ്ഷൻ വി ആർ യൂസിങ് ദ അലൈൻമെന്റ്. സോ 0th റോയിൽ 0th കോളത്തിലായിരിക്കും നമ്മൾ അനലൈസ് എന്ന് പറയുന്ന ബട്ടൺ സെറ്റ് ഉണ്ടാവുക. ദ നെക്സ്റ്റ് ബട്ടൺ ഈസ് ക്ലിയർ, സോ ക്ലിയർ ബട്ടൺ ഈക്വൽ ടു TTK dot button എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ടെക്സ്റ്റ് ഈക്വൽ ടു ക്ലിയർ എന്ന് കൊടുത്തു. സോ ക്ലിയർ എന്ന് പറഞ്ഞുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ അണ്ടർസ്കോർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷനിലേക്കായിരിക്കും കോൾ പോവുക. ആൻഡ് ഗ്രിഡ് ഫംഗ്ഷൻ യൂസ് ഫോർ ദ അലൈൻമെന്റ്. ആൻഡ് ദെൻ ലാസ്റ്റ് ബട്ടൺ എക്സിറ്റ് ബട്ടൺ, സോ ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എക്സിറ്റ്, ആൻഡ് കമാൻഡ് ഈക്വൽ ടു എക്സിറ്റ് അണ്ടർസ്കോർ ആപ്പ്. സോ എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ എക്സിറ്റ് അണ്ടർസ്കോർ ആപ്പിലേക്ക് കോൾ പോകും. ദെൻ ഗ്രിഡ് ഫംഗ്ഷൻ യൂസ് ഫോർ ദ അലൈൻമെന്റ്. T-frame, T-label, T-buttonന്റെ അപ്പിയറൻസ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റൈൽ കോൺഫിഗർ ഈ കോഡിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ടീക്കിന്റെ വിഡ്ജറ്റിൽ ഡീഫോൾട്ട് ആയിട്ട് തീം ഉണ്ടാകും. അത് പക്ഷെ എപ്പോഴും നമ്മുടെ ഡിസൈനിന് ഫിറ്റ് ആകണമെന്നില്ല. അതുകൊണ്ടും പിന്നെ ഡാർക്ക് തീം കൺസിസ്റ്റൻസിയും ബട്ടൺ ഹോവർ എഫക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ സ്റ്റൈൽ കോൺഫിഗറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടീക്കിന്റെ തീംഡ് വിഡ്ജറ്റിന്റെ അപ്പിയറൻസ് മോഡിഫൈ ചെയ്യാൻ ആദ്യം സ്റ്റൈൽ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റൈൽ ഫോർ ടി ഫ്രെയിം, എല്ലാ TTK ഫ്രെയിം വിഡ്ജറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിട്ട് സെറ്റ് ആക്കും. പിന്നെ സ്റ്റൈൽ ഫോർ ടി ലേബൽ, ഫോണ്ട് ഹെൽവെറ്റിക്കയിലേക്ക് സെറ്റ് ആക്കിയിട്ട് സൈസ് 12 ആക്കി സെറ്റ് ആക്കും. ഫ്രെയിമുമായിട്ട് മാച്ച് ആവാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കി സെറ്റ് ആക്കും. ടെക്സ്റ്റ് കളർ ബ്ലൂയിലേക്കും സെറ്റ് ആക്കും. ഇത് ലേബിൾസിന്റെ കൺസിസ്റ്റന്റ് സ്റ്റൈലിങ്ങും ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കാനും എൻഷുർ ചെയ്യും. അടുത്തത് സ്റ്റൈൽ ഫോർ ടി ബട്ടൺ, ഇതിൽ ഫോണ്ട് ഹെൽവെറ്റിക്കയിലേക്ക് തന്നെ സെറ്റ് ആക്കി സൈസ് 11 ആക്കിയിട്ട് ബോൾഡ് ആക്കും. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആക്കി ടെക്സ്റ്റ് കളർ ബ്ലാക്ക് ആക്കി സെറ്റ് ആക്കും. ബട്ടൺസ് ലാർജ് ആക്കാനും ക്ലിക്ക് ചെയ്യാൻ ഈസി ആക്കാനും വേണ്ടിയിട്ട് 6 പിക്സൽസിന്റെ പാഡിങ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് ലാസ്റ്റ് പറയുന്നത് മാപ്പ് മെത്തേഡും ബട്ടൺ ഹോവർ എഫക്റ്റും. ഇതെന്തിനാന്ന് വെച്ചാൽ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് വിഡ്ജറ്റിന്റെ സ്റ്റൈൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഡാർക്കർ ബ്ലൂയിലേക്ക് ചേഞ്ച് ആവും. ഇത് യൂസർ ഇന്ററാക്ഷന് വേണ്ടി ഒരു വിഷ്വൽ ക്യൂ പ്രൊവൈഡ് ചെയ്യും. So this is the entire code of a project. So now let's see how the program works. So നമുക്ക് റൺ ചെയ്യാം. ഞാൻ ടെർമിനൽ റൺ ചെയ്തു. നമുക്കൊരു വിൻഡോ കിട്ടി. നമുക്ക് എന്തെങ്കിലും ആദ്യം പോസിറ്റീവ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. I have entered something positive. So analyze ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ I have got the output as positive. Okay. Now clear ബട്ടൺ ക്ലിക്ക് ചെയ്തു, ക്ലിയർ ആയി. ഇനി നമുക്ക് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും എൻ്റർ ചെയ്ത് നോക്കാം. അനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, I have got the output as negative. Now again ഞാൻ ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ന്യൂട്രൽ ആയിട്ട് എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കാം. I have got the output as neutral. Now നമുക്ക് ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ഇൻപുട്ട് ഒന്നും എൻ്റർ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, അനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റർ ദ ടെക്സ്റ്റ് ഫോർ അനാലിസിസ് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എക്സിറ്റ് ആവുന്നത്.